Dobry Dan. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ചെക്കിലുള്ളവർക്കും ചെക്കിൽ വരാൻ പോണവർക്കും എല്ലാവർക്കും ഉപകാരപ്പെട്ടത്, അതായത് നമ്മുടെ ഡെയിലി ലൈഫ് ഈസി ആക്കാനും നമുക്ക് എന്താ പറയുക നമ്മുടെ ചിലവ് കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കാനും എല്ലാത്തിനും കൂടി യൂസ്ഫുൾ ആയ കുറച്ച് ആപ്സ്, മൊബൈൽ ആപ്ലിക്കേഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഒബ്വിയസ്ലി ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആണ്. കാരണം നമ്മൾ ചെക്കിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ചെക്കാർക്ക് പലർക്കും ഇംഗ്ലീഷ് കാര്യങ്ങളൊന്നും അറിയില്ല, ഇവർക്ക് ഒരു ലോക്കൽ ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവർ ചെക്ക് കേട്ട് നമ്മളെ കിളി പോകും. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മുടെ കയ്യിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് വല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലായിരിക്കില്ല, ചെക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക പെട്ടെന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാനും എല്ലാത്തിനും പറ്റും. അടുത്ത ആപ്ലിക്കേഷനാണ് MapPCZ. MapPCZ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് പോലെ തന്നെ വേറെ ചെക്കിൻ്റെതായ ഒരു ആപ്പാണ്. ഈ ഗൂഗിൾ മാപ്പിൽ ലൊക്കേറ്റ് ചെയ്ത പല സ്ഥലങ്ങളും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഹൈക്കിങ്ങിന് പോകും, അതുപോലെ തന്നെ സൈക്ലിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ലോക്കൽ ഏരിയസിൽ കുറേ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടേക്ക് നമുക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ ഗൂഗിൾ മാപ്പിൽ അത് ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതുപോലെ അപ്പോൾ അതിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് MapPCZ. അപ്പോൾ നമുക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നെറ്റിൻ്റെ ആവശ്യമില്ല. മേ ബി നമ്മളെ വൈഫൈ പോവുക അതുപോലെ ഡാറ്റ ഇല്ലാതിരിക്കുകയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത നമുക്ക് വേണ്ട ആപ്പ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡിയോസ് എന്താണ്, നമ്മൾ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഏറ്റവും അധികം നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ആപ്പാണ്. ട്രെയിന് അതുപോലെ ബസ് എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും ഉണ്ടാവും ഇതിൽ. അതിൻ്റെ കറക്റ്റ് ടൈം, ഏത് പ്ലാറ്റ്ഫോമിൽ വരും, അതിൻ്റെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാനും എല്ലാം നമുക്ക് യൂസ് ആയിരിക്കും. അതുപോലെ കണക്ഷൻ എവിടേക്കാണ് നമ്മൾ ജസ്റ്റ് ഒരു ലൊക്കേഷൻ അടിച്ചു കൊടുത്താൽ മതി, അവിടേക്ക് എങ്ങനെ നമുക്ക് പോകാം എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് വരും. അത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് ചെക്കിൽ വരുമ്പോൾ കയ്യിലുണ്ടെങ്കിൽ വളരെയധികം ഉപകാരപ്പെട്ട ഒരു ആപ്പായിരിക്കും. അപ്പോൾ അടുത്ത ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈസ് ആണ്. അതായത് നമുക്കിവിടെ മണി ട്രാൻസ്ഫർ ചെയ്യാനും നാട്ടിലേക്ക് പൈസ അയക്കാനും നാട്ടിൽ തിരിച്ച് ഇങ്ങോട്ട് അയക്കാനും എല്ലാത്തിനും യൂസ് ചെയ്യുന്നതാണ് വൈസ്. അത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതായത് ഈ ട്രാൻസാക്ഷൻ ഫീയും അതുപോലെ ഫീ കാര്യങ്ങളെല്ലാനും വളരെയധികം കുറവാണ് ഈ വൈസ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളത് കിട്ടും. അടുത്ത ആപ്ലിക്കേഷൻ ഏതാണെന്ന് മൊബൈൽ അറ്റാക്കി. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ പല സൂപ്പർ മാർക്കറ്റ് അതുപോലെ ഇലക്ട്രോണിക് ഷോപ്പ് ഉണ്ടല്ലോ, ഡെറ്റാർട്ട്, ടെസ്കോ, ലിഡില്, അങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് സൂപ്പർ മാർക്കറ്റും സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ എവിടെയാണ് നമുക്ക് ഏറ്റവും വിലക്കുറവ് കാര്യങ്ങളൊക്കെ നോക്കി നല്ല ഓഫർ ഉള്ളത് എവിടെയാണോ അവിടെ നിന്ന് ഈ ഷോപ്പ് ചെയ്യാനായിട്ട് ഈ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ഈ ചെക്ക് റിപ്പബ്ലിക്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്ന 5 ആപ്ലിക്കേഷൻ തന്നെ ഞാനിപ്പോൾ പറഞ്ഞത്. അതിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. ഇതിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണം.